രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ദി വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. യൂസ് ദി വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, സോൾവ് d square y by dx square plus y is equal to cosec x. സോ ഇയാളെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. സബ്ജക്ട് ടു ദി ബൗണ്ടറി കണ്ടീഷൻ y of 0 is equal to y of 5 by 2 is equal to 0. സോ ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, അതിൻ്റെയാണെന്നുള്ളത് പിന്നെ പറയാം. നമുക്ക് ആദ്യം ഈ സാധനത്തെ വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ സോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തോന്ന് പറയും, ബൗണ്ടറി കണ്ടീഷൻ എന്നൊക്കെ പറയാം. ഒരു കണ്ടീഷൻ ഉള്ള വിട്ടുവരെ ആദ്യം വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ സാധനത്തെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, d square y by dx square plus y is equal to cosec x. നമ്മൾ സീക്കിനെ കണക്ട് ചെയ്തു. സോ നെക്സ്റ്റ് cosec x. ഇവിടെ എക്സ്ട്രാ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അതൊക്കെ എന്തിനാണ് പിന്നെ പറയാം. ആദ്യം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം y c കാണണം. y c കാണാൻ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഇതുവരും m square plus 1 equals 0. ഇതറിയാമല്ലോ. So m square is equal to -1. അപ്പോൾ m is equal to root -1. That is m is equal to plus or minus i. That is m is equal to 0 plus or minus i. So ഏത് ഫോം, a plus or minus ib ഫോമിൽ കിടക്കുക എമ്മിൻ്റെ വില. അപ്പം y c ഇടുന്നത് എങ്ങനെയാണ്, y c is equal to y c is equal to e raised to ax into c1 cos bx plus c2 sin bx. ഇവിടെ എയുടെ വില 0, ബിയുടെ വില 1. That is y c is equal to e raised to 0x into c1 cos x plus c2 sin x. So എയുടെ വില 0, ബിയുടെ വില 1. That is y c is equal to c1 cos x plus c2 sin x. So ഇങ്ങനെ കിട്ടും y c. ഈ y c ക്ക് ജനറൽ ഫോർമുല ഉണ്ട്. y c എന്ന് പറഞ്ഞാൽ c1 y1 plus c2 y2 എന്നാണ്. സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒരു കാര്യം മനസ്സിലാവും, y1 എന്ന് പറഞ്ഞാൽ cos x ഉം y2 എന്ന് പറഞ്ഞാൽ sin x ഉം. That is നമുക്ക് എഴുതാം y1 is equal to cos x, y2 is equal to sin x. ഓക്കെ, അത്ര കാര്യം സംശയമൊന്നുമില്ലല്ലോ. സോ ഇവിടുത്തെ r of x വലതുവശം എന്ന് പറഞ്ഞാൽ cosec x ആണ്, y1 എന്ന് പറഞ്ഞാൽ cos x ആണ്, y2 എന്ന് പറഞ്ഞാൽ sin x ആണ്. ഓക്കെ, നമുക്കിനി yp വേണം. അപ്പോൾ നിങ്ങൾക്ക് yp ഇക്വേഷൻ അറിയാം, yp u y1 plus v y2. അപ്പോൾ യും വിയും വേണം. യും വിയും കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനകത്ത് w കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം w കാണാം. ഓക്കെ, സോ w ആദ്യം കാണുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ w ആണ് ഇക്വേഷൻ. ഡിറ്റർമിനന്റ് y1 y2 y1 dash y2 dash. y1 എന്ന് പറഞ്ഞാൽ cos x അല്ലയോ, അപ്പോൾ y1 dash എന്ന് പറഞ്ഞാൽ മൈനസ് sin x. y2 dash sin x അല്ലയോ, അപ്പോൾ y2 dash y2 sin x, അപ്പോൾ y2 dash എന്ന് പറയുന്നത് cos x. ഇട്ട് കൊടുക്കുക. w is equal to y1 cos x y2 sin x minus sin x cos x. So w is equal to ഡിറ്റർമിനന്റ് കാണുമ്പോൾ cos x into cos x cos square x minus sin x into minus sin x minus sin square x. cos square x minus minus പ്ലസ് ആവും, cos square x plus sin square x. ഇത്ര 1 എന്ന് കിട്ടും. സോ w 1 കിട്ടി, അത് നോട്ട് ഈക്വൽ ടു 0 ആയ therefore നമുക്ക് എഴുതാം y1 and y2 are linearly independent. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നോട്ട് പോലെ എഴുതുക y1 y2. റോൺസ്കിയൻ 0 അല്ലെങ്കിൽ അതിനെ പറഞ്ഞ വരാം y1 y2 നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയും. അപ്പോൾ ഡബ്ല്യൂയും കിട്ടി, അപ്പോൾ ഡബ്ല്യൂൻ്റെ വില 1 എന്ന് കിട്ടി. ഇതാ സീക്കിന് സെയിം അല്ലേ ഇതൊക്കെ. സോ നമുക്ക് യു കാണുന്ന ഇക്വേഷൻ മൈനസ് ഇൻ്റഗ്രൽ y2 ഇൻറ്റു r of x by w dx. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ y2 എന്ന് പറയുന്നത് sin x ഇൻറ്റു r of x എന്ന് പറയുന്നത് വലതുവശം cosec x by w1 dx. ദാറ്റ് ഈസ് മൈനസ് ഇൻ്റഗ്രൽ sin x ഇൻറ്റു cosec എന്ന് പറഞ്ഞാൽ 1 sin അല്ലേ, cosec എന്ന് പറഞ്ഞാൽ 1 sin ആണ്. ദാറ്റ് ഈസ് 1 sin x dx. സോ സൈൻ വെട്ടിപ്പോവും. ഇപ്പോൾ യു എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ 1 dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 1 x. സോ യുവിൻ്റെ വില മൈനസ് x എന്ന് കിട്ടും. സോ
സോ യുവിൻ്റെ വില നമുക്ക് കിട്ടി -x. അപ്പോൾ യു കിട്ടി. സിമ്പിൾ ഇൻറ്റഗ്രേഷൻ അത്രയേ ഉള്ളൂ. ദെൻ അടുത്ത നമുക്ക് എന്താ വേണം? വി വേണം. സോ വി കാണുന്ന ഫോർമുല ഇൻറ്റഗ്രൽ y1 ഇൻറ്റു r(x) ബൈ w dx. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ y1 എന്ന് പറയുന്നത് cos x ഇൻറ്റു r(x) എന്ന് പറയുന്നത് cosec x ബൈ w dx. w ൻ്റെ വില 1. സോ v ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ cos x, cosec എന്ന് പറഞ്ഞാൽ 1 ബൈ sin x dx. സോ v ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ cos x ബൈ sin x cot x dx. സോ v ഈസ് ഇൻറ്റഗ്രൽ cot x log sin x. സോ വിയുടെ വില നമുക്ക് log sin x എന്ന് കിട്ടും. സോ വിയുടെ വില log sin x കിട്ടി. സിമ്പിൾ ഇൻറ്റഗ്രേഷൻ അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ യു എം വി എല്ലാം കിട്ടി. ഞാൻ വൈ പി എഴുതാമല്ലോ. സോ വൈ പി ഈസ് ഈക്വൽ ടു യു ഇൻറ്റു y1 പ്ലസ് വി ഇൻറ്റു y2. ഇതിലെ വൈ പി ആണെന്ന് ഫോർമുല യു y1 പ്ലസ് വി y2. സോ വൈ പി ഈസ് ഈക്വൽ ടു യു എന്താ കിട്ടി? -x. അപ്പോൾ -x y1 എന്തുവാ? cos x. അപ്പോൾ -x cos x പ്ലസ് വി എന്തുവാ? log sin x. അപ്പോൾ log sin x ഇൻറ്റു വി എന്തുവാ? അല്ല വി log sin x ഇൻറ്റു y2 എന്തുവാ? sin x. ഈ sin x sin square x എഴുതി വെക്കരുത്. ഇത് ഈ sin x ലോഗിനകത്താണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതാക്കി എഴുതാം. വൈ പി ഈസ് ഈക്വൽ ടു -x cos x പ്ലസ് sin x ഇൻറ്റു log sin x. സോ ഇങ്ങനെ കിട്ടും വൈ പിയും കിട്ടി. ദെൻ ഞങ്ങളുടെ സൊല്യൂഷൻ. സോ ഇങ്ങനെ വൈ പി ഇത്ര സംശയമൊന്നുമില്ലല്ലോ. ഈ വൈ പിയും വൈ സിയുടെ കൂടുന്നതായിരിക്കും ഫൈനൽ സൊല്യൂഷൻ. സോ ലാസ്റ്റ് സൊല്യൂഷൻ y is equal to yc. That is y is equal to yc plus yp. yc എന്ത് നമുക്കറിയാം, നേരത്തെ കിട്ടിയായിരുന്നു. ദാറ്റ് ഈസ് y is equal to yc എന്ന് പറയുന്നത് c1 cos x പ്ലസ് c2 sin x. ഇതായിരുന്നു yc പ്ലസ് yp എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടി -x cos x പ്ലസ് log sin x ഇൻറ്റു log sin x. അങ്ങോട്ട് മാറ്റിയിടാം. That is y is equal to yc plus yp. That is y is equal to yc എന്ന് പറഞ്ഞാൽ c1 cos x plus c2 sin x plus yp. yp എന്ന് പറഞ്ഞ സാധനമില്ലേ, അപ്പോൾ -x cos x plus sin x into log sin x. p പ്ലസ് മൈനസ് നമുക്ക് വേണമെങ്കിൽ മൈനസ് നൽകാം. സോ ഇങ്ങനെ ഇട്ടും വൈയുടെ വില. ഇത്രയുള്ള സൊല്യൂഷൻ. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. പിന്നെ ഈ ക്വസ്റ്റിന് പ്രത്യേകത, ഈ ക്വസ്റ്റിനകത്ത് എക്സ്ട്രാ കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരു ബൗണ്ടറി കണ്ടീഷൻ പറയുന്നുണ്ട്, എക്സ്ട്രാ കണ്ടീഷൻ തരുന്നുണ്ട്. സോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ കണ്ടീഷൻ തരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സൊല്യൂഷൻ എഴുതുമ്പോഴേ ഈ സൊല്യൂഷനകത്ത് രണ്ട് കോൺസ്റ്റന്റ് കിടപ്പുണ്ട്, c1 c2. ഈ സൊല്യൂഷനകത്ത് അതിപ്പോൾ എല്ലാ സൊല്യൂഷനകത്തും കാണും, ഒരു c1 c2 കോൺസ്റ്റന്റ് ആണ് എപ്പോഴും, ശരിയല്ലയോ? സോ ഈ സൊല്യൂഷനകത്ത് ഒരു c1 ആൻഡ് c2 രണ്ട് കോൺസ്റ്റന്റ് കിടപ്പുണ്ട്. ഈ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് കണ്ടീഷൻ തരുന്നത്. മനസ്സിലായോ? ഓക്കെ, നമ്മുടെ സൊല്യൂഷനകത്ത് ഒരു c1 c2, കാരണം വേറെ കോൺസ്റ്റന്റ് ഒന്നും ഇതിനകത്തില്ല. എല്ലാ എക്സും cos x sin x cos x sin x x cos x sin x log sin x എല്ലാ x പക്ഷെ രണ്ട് കോൺസ്റ്റന്റ് കിടപ്പുണ്ട്. ആരാ? c1 c2. എന്നാൽ ഈ c1ന്റെ c2ന്റെ വില നമുക്ക് അറിയത്തില്ല. ഈ c1 എത്രയാണ്, c2 എത്രയാണ്? സോ ഇതറിയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷൻ തരുന്നത്. കണ്ടീഷൻ തരുമ്പോൾ രണ്ട് തരം കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ബൗണ്ടറി വാല്യൂ കണ്ടീഷൻ, രണ്ട് ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ. സോ കണ്ടീഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബൗണ്ടറി വാല്യൂ കണ്ടീഷൻ, then initial value condition. ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ ഉണ്ട്, ബൗണ്ടറി വാല്യൂ ഉണ്ട്. തിരിച്ചറിയാൻ വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. ബൗണ്ടറി വാല്യൂ കണ്ടീഷൻ പറയുമ്പം y(0) ആൻഡ് y വേറെ എന്തെങ്കിലും. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് y(0) y π/2 ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് എന്തുവാ? y(0) ഈസ് ഈക്വൽ ടു y π/2 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇതിന്റെ മീനിങ് y(0) എന്ന് പറഞ്ഞാൽ 0 ആണ്, y π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇതിന്റെ ഈ y(0) ഈക്വൽ ടു 0യുടെ മീനിങ് ഈ y അകത്ത് എഴുതുന്നത് എക്സിന്റെ വിലയാണ്. ഇതിന്റെ മീനിങ് x 0 ആകുമ്പോൾ y 0 ആണ്,
ഇതിൻ്റെ മീനിങ് എക്സ് പൈ ബൈ 2 ആകുമ്പം വൈ 0 ആണ്. മീനിങ് മനസ്സിലായോ? സോ ഇത് രണ്ടും ഒന്നാ, ഇത് രണ്ടും ഒന്നാ. മീൻസ് രണ്ട് രീതി എഴുതുന്നതാണ്. എക്സ് പൈ ബൈ 2 ആകുമ്പോൾ വൈയുടെ വില 0 ആണ്, എക്സ് 0 ആകുമ്പോൾ വൈയുടെ വില 0 ആണ്. ഓക്കെ, സോ എക്സ് പൈ ബൈ 2 ആകുമ്പോൾ വൈയുടെ വില 0. അത് എഴുതുന്നത് എങ്ങനെ? വൈ ഓഫ് പൈ ബൈ 2 മീൻസ് ഈ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ആരുടെ വില? എക്സിൻ്റെ വിലയാണ്. അപ്പോൾ എക്സ് പൈ ബൈ 2 ആകുമ്പോൾ വൈ 0, എക്സ് 0 ആകുമ്പോൾ വൈ 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില ഉണ്ടോ? വ്യത്യസ്ത വിലയാണ്. എക്സിൻ്റെ വില 0, എക്സിൻ്റെ വില പൈ ബൈ 2. 0 മീൻസ് സ്റ്റാർട്ടിംഗ് വാല്യൂ, പൈ ബൈ 2 എൻഡിങ് വാല്യൂ. സോ അതുകൊണ്ടാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. മീൻസ് എക്സിൻ്റെ വില 0 സ്റ്റാർട്ട് ചെയ്ത് പൈ ബൈ 2 അവസാനിക്കുക. സോ ഇതാണ് ബൗണ്ടറി. 0 പൈ ബൈ 2 ആണ് ബൗണ്ടറി. സോ അതാണ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. സോ അത്ര പ്രോബ്ലത്തെ പറഞ്ഞു തരാം. അതായത് ബൗണ്ടറി അതായത് അത്ര കണ്ടീഷൻ പറഞ്ഞു തരാം ബൗണ്ടറി കണ്ടീഷൻ. ആ ബൗണ്ടറി കണ്ടീഷനോട് കൂടിയ പ്രോബ്ലത്തെ പറഞ്ഞു തരാം ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ല. കാരണം ഇവിടെ ബ്രാക്കറ്റിനകത്ത് എഴുതിയേക്കുന്ന നമ്പർ ആയിരിക്കത്തില്ല ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ വൈ ഓഫ് 0, ഇവിടെ വൈ ഓഫ് പൈ ബൈ 2. അതിനർത്ഥം എക്സിൻ്റെ വില 0, ഇവിടെ എക്സിൻ്റെ വില പൈ ബൈ 2. സോ അതാണ് ബൗണ്ടറി വാല്യൂ. വ്യത്യസ്ത വിലയായിരിക്കും. ഇനിഷ്യൽ വാല്യൂ ആകുമ്പോൾ അങ്ങനെയല്ല. ഇനിഷ്യൽ വാല്യൂ ആ വാക്യത്തിനുണ്ട്, ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ തരുന്ന രണ്ട് വാല്യൂ ഇനിഷ്യൽ ആയിരിക്കും. മീൻസ് ഒരെണ്ണം വൈ ഓഫ് 0 എന്ന് വരും, അടുത്തത് വൈ ഡാഷ് ഓഫ് 0 എന്ന് വരും. വൈ ഓഫ് 0, വൈ ഡാഷ് ഓഫ് 0. ഇതിന് മീനിങ് ഇപ്പോൾ ഞാൻ ചുമ്മാ എക്സാമ്പിൾ എഴുതുക. വൈ ഓഫ് 0 = 10, വൈ ഡാഷ് ഓഫ് 0 = 5. ഇതിന്റെ മീനിങ് ഇതിന്റെ മീനിങ് എക്സ് 0 ആകുമ്പം വൈ 10 ആയിരിക്കും. ഇതിന്റെ മീനിങ് എക്സ് 0 ആകുമ്പം വൈ ഡാഷ് 5 ആയിരിക്കും. മീൻസ് വൈയുടെ ഡെറിവേറ്റീവ് 5 ആയിരിക്കും. സോ ഇവിടുത്തെ കണ്ടീഷനിൽ പ്രത്യേകത ഉണ്ടോ? ഇവിടെ എക്സിന്റെ വില 0 ആകുമ്പോൾ വൈയുടെ വില 10, ഇവിടെ എക്സിന്റെ വില 0 ആകുമ്പോൾ വൈയുടെ വില 5, വൈ ഡാഷിന്റെ വില 5. അപ്പോൾ അവിടെ രണ്ടിടത്തും പറയുന്ന കാര്യം എക്സിന്റെ വില 0, എക്സിന്റെ വില 0. എക്സിന്റെ വില 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഇനിഷ്യൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷനകത്തും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നേക്കുന്നത് എക്സ് 0, എക്സ് 0. സോ ഇത്തരം കണ്ടീഷൻ പറഞ്ഞ വില ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ. ക്വസ്റ്റിനകത്ത് ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ തരുന്നെങ്കിൽ അത്ര പ്രോബ്ലത്തെ വിളിക്കുന്ന പേരാ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, ഇതെന്തിനാ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ ആയാലും ഇനിഷ്യൽ കണ്ടീഷൻ ആയാലും തരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിടുന്ന സൊല്യൂഷനകത്ത് രണ്ട് കോൺസ്റ്റന്റ് കാണും. ഏതാ? C1, C2. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. അത്ര ഉള്ള കാര്യം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ നോക്കിക്കോണം. ഈ ക്വസ്റ്റിനകത്ത് എങ്ങനെ ചെയ്യണം നിങ്ങൾ നോക്കിക്കോണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈയുടെ വിലയാണ്. നമുക്ക് വൈയുടെ വില കിട്ടി. അന്ന് അവർ തന്നേക്കുന്ന കാര്യം ഇതാ. അവർ പറയുന്നു വൈ ഓഫ് 0 0 ആണ്, വൈ ഓഫ് പൈ ബൈ 2 0 ആണ്. ഇതിന്റെ മീനിങ് ഞാൻ ഓരോന്നോരോന്ന് ചെയ്യുക. അവർ പറയുന്നു ഗിവൺ ദാറ്റ് വൈ ഓഫ് 0 = 0. അർത്ഥം എന്തുവാ? ദാറ്റ് ഈസ് ഇഫ് എക്സ് = 0, വൈ = 0. എക്സ് 0 ആണെങ്കിൽ വൈ 0 ആണെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ നിങ്ങൾക്ക് കിട്ടിയ സൊല്യൂഷനകത്തോട്ട് എക്സിന് വൈക്ക് 0 കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ കൊടുക്കുക. അപ്പോൾ എന്താ വരും? 0 = C1 × cos 0 plus C2 × sin 0 minus 0 × cos 0 plus sin 0 × log sin 0. 0 = cos 0 എത്ര? 1 ഇല്ലയോ? ദാറ്റ് ഈസ് C1 × 1. sin 0 0 ഇല്ലയോ? ഇതൊന്നും 0 ആയി പോത്തില്ലയോ? sin 0 0, അപ്പോൾ അതും 0 ആയി പോത്തില്ലയോ? ചുരുക്കം പറഞ്ഞാൽ C1ന്റെ വില ഇങ്ങനെ കിട്ടും. C1 × 1 ദാറ്റ് ഈസ് C1 = 0. C1ന്റെ വില നമുക്ക് 0 എന്ന് കിട്ടും. സോ C1ന്റെ വാല്യൂ എത്ര? 0. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തപ്പോൾ എനിക്ക് C1 കിട്ടി. അതിനർത്ഥം മറ്റേ കണ്ടീഷൻ കൊടുത്താൽ C2 കിട്ടും. കാരണം ക്വസ്റ്റ്യൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. വൈ ഓഫ് 0 = വൈ ഓഫ് പൈ ബൈ 2 = 0 എന്നാണ്. ഇതിനർത്ഥം വൈ ഓഫ് 0 0 ആണ്, വൈ ഓഫ് പൈ ബൈ 2 0 ആണ്. സോ എനിക്ക് ഫസ്റ്റ് കണ്ടീഷനിൽ C1ന്റെ വരെ കിട്ടി. Then given that y of pi by 2 is equal to 0. ഇതിനർത്ഥം എന്തുവാ? That is if x = pi by 2, y is equal to 0. x pi by 2 ആണെങ്കിൽ y 0 ആയിരിക്കും. സോ അപ്പോൾ x pi by 2 ന് y ക്ക് 0 കൊടുക്കുക. അപ്പോൾ എന്താ വരും? 0 = C1 × cos pi by 2 plus C2 × sin pi by 2 minus pi by 2 × cos pi by 2 plus sin pi by 2 × log sin pi by 2. നമുക്കറിയാം sin pi by 2 എത്ര? നമുക്കറിയാം cos pi by 2 0 ആണ്, sin pi by 2 1 ആണ്. ശരിയല്ലയോ? ദാറ്റ് ഈസ് ഇങ്ങനെ വരും. 0 = cos pi by 2 0. അപ്പോൾ ഈ ടൈം 0 ആയി പോകും. C2 × sin pi by 2 1 ആണ്, മൈനസ് ഇവിടെയും cos pi by 2 അത് 0 ആയി പോകും, പ്ലസ് sin pi by 2 1 ഇല്ലയോ? ദാറ്റ് ഈസ് 1 × log 1. കാരണം ഇവിടെയും sin pi by 2 ആണ്, sin pi by 2 1. നമുക്കറിയാം log 1 എത്ര? കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. log 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ log 1. അപ്പോൾ ഈ ടൈം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ C2ന്റെ വില എന്താ കിട്ടും?
C2 into 1 is equal to 0. That is C2 is equal to 0 എന്ന് കിട്ടും. സോ C2 വരെ 0 ആണ്. അതിനർത്ഥം അവിടെ കിടക്കുന്ന ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 0 ആണ്. അതായത് C1 0 കിട്ടി, C2 0 കിട്ടി. ഇനി ഈ C1 C2 എടുത്ത് ഈ C1 C2 വില എടുത്ത് നമ്മുടെ സൊല്യൂഷൻ ഇട്ട് കൊടുക്കുക. That is നമ്മുടെ സൊല്യൂഷൻ y is equal to C1 0 ആയി. അപ്പോൾ ഈ ടൈം 0 ആയി പോകും. C2 0. അപ്പോൾ ഈ ടൈം 0 ആയി പോകും. ലാസ്റ്റ് ഫൈനൽ സൊല്യൂഷൻ ഇങ്ങനെ വരും. -x cos x plus sin x into log sin x. എന്തുകൊണ്ടാ? കാരണം C1 C2 പൂജ്യം ആകുമ്പോൾ ഈ തരം സാധനം പൂജ്യം പോകത്തില്ലയോ? സോ അപ്പം ചുരുക്കം പറഞ്ഞാൽ ആ C1 C2 ആ C1 C2 വില കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് സൊല്യൂഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അവർ ക്വസ്റ്റിനകത്ത് എക്സ്ട്രാ കണ്ടീഷൻ തരുന്നത്. ഓർത്തോണം, ഏത് ക്വസ്റ്റിനെ തന്നേലും അഥവാ നമ്മൾ പഠിച്ച ഏത് ക്വസ്റ്റിനെ തന്നേലും എക്സ്ട്രാ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം. കാരണം നമ്മൾ ഇതുവരെ കണക്കിനകത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, എല്ലായിടത്തും ഒരു C1 plus C2 plus ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റിനകത്ത് അവർ എക്സ്ട്രാ ഒരു കണ്ടീഷൻ ചുമ്മാ ഇട്ട് തന്നാൽ അതിനർത്ഥം അവിടെ നമ്മൾ ഇട്ടേക്കുന്ന C1 C2 വില കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ആ C1 C2 ഇട്ട് കൊടുക്കണം. സോ ഇതായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ C1 C2 കണ്ടുപിടിച്ച് ആ വില ഇട്ട് കൊടുത്തേ പറ്റൂ. സോ അതായിരിക്കും ഫൈനൽ സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും.